ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കണ്ടേ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ്. ഒരു 5 ഗ്ലാസ് പുഴുങ്ങലരിക്ക് 1 ഗ്ലാസ് പച്ചരി, ആ രീതിയിലാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 2-3 വറ്റൽമുളക് വേണം. ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ച അരിയാണിത്. പിന്നെ വേണ്ടത് നമുക്ക് 1 മുറി തേങ്ങ ചിരകി വെച്ചതാണിത്. ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാം. നല്ല തിക്നെസ്സോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ കാണിക്കുന്നില്ല, ഈ തിക്നെസ് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാളയും പിന്നെ പച്ചമുളകും, ഞാൻ 2-3 സവാള ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ പച്ചമുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത് വാഴയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം വാഴയില എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കട്ടി വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. കട്ടിയാണ് ഇഷ്ടം, നല്ലതല്ല, നേർത്തിട്ടാണ് നല്ലത്. അപ്പോൾ കുറച്ച് അതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കവറില്ലേ അതിന് കൊണ്ട് അടച്ചു കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെ കൈ കൊണ്ട് പരത്തി എടുത്താലും മതിയാവും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ദോശക്കല്ലില്ലേ അതിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പം ദോശക്കല്ല് ചൂടായിട്ടുണ്ട്, എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ പ്രസ് ചെയ്ത് വെച്ച ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഈ രീതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു രീതി കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഇത് 1 മിനിറ്റ് നേരം അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക, ഇത് വേണം, നിങ്ങൾ ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യാം. കാരണം മിക്സിയിൽ ഗ്രൈൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ മാത്രമാണെങ്കിൽ അരച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾ തലേന്ന് രാത്രി പുഴുങ്ങലരി മാത്രം കുതിർത്ത് വെക്കുക. എന്നിട്ട് പുഴുങ്ങലരി മാത്രം കുറച്ച് വെള്ളം കൂട്ടി തിക്നെസ്സോട് കൂടി അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചരി, 1 ഗ്ലാസ് പച്ചരി ചേർക്കില്ലേ, അതിന് പകരം പച്ചരി പൊടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. അത് നല്ല തിക്നെസ്സോടുകൂടി നമുക്ക് റെഡിയായി കിട്ടും, മാവ് റെഡിയായി കിട്ടും. അപ്പം അങ്ങനെ ചെയ്താൽ മതിയാവും. ഞാനിവിടെ ഗ്രൈൻഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വെള്ളം ഒന്നിച്ച് അരച്ചെടുത്തതേ ഉള്ളൂ. നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ട്, തിന്നാൻ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ്. അപ്പം ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ചു കൊടുക്കുവാണ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വേറൊരു റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു.